എല്ലാവർക്കും അപ്പോൾ ഞങ്ങളുടെ വ്ളോഗിലേക്ക് സ്വാഗതം. എങ്ങോട്ടാ യാത്ര എന്നല്ലേ? ഇത് ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ കുമരൻ എന്നൊരു ഗ്രാമത്തിൽ ഒരു ഫേമസായ വട്ടക്കിണറുണ്ട്. യൂട്യൂബിലൂടെ ഒരുപാട് പേര് കണ്ട് കാണും. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയാലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പാറൂട്ടിയും ആദിയും അച്ഛനും പിന്നെ വാവിയും എല്ലാവരും കൂടെ എന്തായാലും അതൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. പാടത്തിറങ്ങിയപ്പോൾ തന്നെ തോടും ഞാറ് നട്ട് നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. നല്ല കാറ്റും ഞാറ് നട്ട് കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയാണ്. തോട്ടിൽ നിറയെ വെള്ളമാണ് കേട്ടോ. മഴ പെയ്തിട്ട് നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷേ വൈകുന്നേരം പോയതാണെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. അതൊന്നും കണക്കാക്കാതെ പാറൂട്ടി മുന്നോട്ട് നടക്കാൻ കുറേ നടക്കാനുണ്ട്. ചെറിയ വരമ്പാണ്. പേടിച്ചാണ് പാറു ആദ്യം കൂടി കൈയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. തോട്ടിൽ നിറയെ വെള്ളമുണ്ട്, നല്ല ഒഴുക്കുണ്ട്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ പാറൂട്ടിയതാ ഓടുന്നു. വട്ടക്കിണർ കാണാനുള്ള ആഗ്രഹം കുറേ നാളായി. എല്ലാവരും കണ്ട്, സ്വന്തം നാട്ടിലായിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇത്തവണ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയതാണ്. കുറേ നടക്കാനുണ്ട്. പണ്ട് ഞങ്ങൾ സ്കൂൾ ടൈമിൽ ഒരുപാട് നടന്ന് ഇതിലൂടെ ഒരുപാട് ഓടിക്കളിച്ച് നടന്ന സ്ഥലമാണിത്. ചെളിയും ഒക്കെ ആയിട്ട് ആകെ നല്ല രസമാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ കിടക്കുന്നതാണ് ആലോചിക്കുന്നത്. കാലെങ്ങാനും താഴ്ന്ന് പോയാലോ? ആദ്യം അച്ഛനൊന്ന് പരീക്ഷിച്ച് നോക്കി. പിന്നെ പാറൂട്ടി ആദ്യമൊക്കെ എടുത്ത് ചാടി അങ്ങനെ ഒരു വിധത്തിൽ അപ്പുറം കിടന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. വൈകുന്നേരത്തെ നല്ലൊരു സീനറിയാണ്. ഈ ഞാറ് നട്ട് കഴിഞ്ഞാൽ വയൽ കാണാൻ നല്ല രസമാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വയലുണ്ടോ? ഇപ്പോൾ പൊതുവേ എവിടെയും വയലങ്ങനെ കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ എടുത്ത് പറയണം. നല്ല ഭംഗിയുണ്ട്. പാടം നിറയെ ചളിയാണെങ്കിലും ആകാശത്തേക്ക് നോക്കിയാൽ നല്ല സ്റ്റൈലും കാഴ്ചയാണ്. അങ്ങനെ നടന്ന് ചളിയിലൊക്കെ കാലൊക്കെ ആകെ ചളി കൊണ്ട് എല്ലാവരുടെയും കാലും ചെരുപ്പിലൊക്കെ ചേറാണ് ഫുള്ള്. പാറൂട്ടി ഇങ്ങനെ നടന്ന് പോവുകയാണേ. കുറേ നടക്കാനുണ്ട്. വയലിൻ്റെ ഏകദേശം സെൻട്രലായിട്ടാണ് ഈ വട്ടക്കിണറുള്ളത്. അപ്പോൾ നടന്ന് ഏകദേശം എത്താറായി. ഇതാണ് നമ്മുടെ വട്ടക്കിണർ. നല്ല രസമല്ലേ? നല്ല വലുപ്പമാണ്. കാണണമെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ കാണണം. അത്രയും വലിയ കിണർ അങ്ങനെ എവിടെ ആരും കണ്ടിട്ടുണ്ടാവില്ല. നല്ല രസമാണ് കാണാൻ. അടുത്ത് നിന്നാലേ അതിൻ്റെ വലുപ്പം നമുക്ക് അറിയുള്ളൂ. ഒരുപാട് ആൾക്കാർ ദൂരേന്ന് ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കും. ആദ്യം പാറു എന്തായാലും കണ്ടിട്ട് ഭയങ്കര ത്രില്ലടിച്ചിരിക്കും. കുറേ ചാടി മറിഞ്ഞ് അവിടെ കളിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണട്ടെ. ബാക്ക്ഗ്രൗണ്ടിൽ ആ പച്ചപ്പും വെള്ളവും ബാക്കിലെ ആകാശം എല്ലാം കൂടി നല്ലൊരു വ്യൂ ആയിരുന്നു. കുറേ പിള്ളേരും വന്നിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായില്ലേ?